നമസ്തേ. നമ്മളിന്ന് ആഴ്ചഫലമാണ് പറയുന്നത്. ജൂൺ 24 മുതൽ 30 വരെയുള്ള ഒരാഴ്ചത്തെ ഫലം. ഇതിൽ ശുക്രൻ 29 മേടം രാശിയിൽ നിന്ന് ഇടവം രാശിയിലേക്ക് മാറുന്നുണ്ട്. ആദ്യം മേടക്കൂറുകാരുടെ കാര്യം. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ്. അവർക്ക് പൊതുവേ ഇപ്പോൾ ആദിത്യൻ്റെ 3-ലെയും ബുധൻ 4-ാം ഭാവത്തിൽ, ശുക്രൻ ലഗ്നത്തിൽ, അത് 29-ന് 2-ാം ഭാവത്തിലേക്ക് മാറുന്നതൊക്കെ ധനപരമായിട്ട് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. ബുധൻ്റെ 4-ലേക്കുള്ള ഇപ്പോഴത്തെ സഞ്ചാരം ശത്രു ശല്യം കുറയുന്നു, അല്ലെങ്കിൽ ശത്രുക്കളൊക്കെ ആയിട്ടുള്ള ഭയം കുറയുന്നു. എങ്കിലും ഓർക്കുക, മേടക്കൂറുകാർക്ക് 12-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുകയാണ്, 3-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണ്. അപ്പോൾ അധിക ചിലവുകൾ, അപ്രതീക്ഷിത ചിലവുകൾ, ആരോഗ്യകാര്യത്ത് വാതരോഗങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ, ഇതൊക്കെ അലട്ടുന്നത് വ്യാഴം 3-ൽ സഞ്ചരിക്കുമ്പോൾ അത് ഈ തുലാം 1-ാം തീയതി അതിചാരമായിട്ട് കർക്കിടകത്തിലേക്ക് വൃശ്ചിക അവസാനം വരെ മാറുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ വ്യാഴം 3-ാം ഭാവത്തിലാണ്. ഭൗതിക സുഖങ്ങൾ 3-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ പൊതുവെ ഭൗതിക സുഖങ്ങൾ കുറയ്ക്കും. അത് ഓർത്ത് മുന്നോട്ട് പോകണം. അമിതമായിട്ട് ആത്മവിശ്വാസം ഒന്നിലും കാണിക്കരുത് എന്നാണ് പറഞ്ഞത്. പിന്നെ അധിക ചിലവുകൾ, ശനി 12-ലാണ്. അധിക ചിലവുകൾ, അപ്രതീക്ഷിത ചിലവുകൾ ഒക്കെ വരും. മാനസിക സമ്മർദ്ദങ്ങൾ കൂടും, വിഫലമായ പ്രയത്നങ്ങൾ ഉണ്ടാവും. അതിലൊന്നും തളരാതെ സമയം കുറച്ച് നാൾ കഴിയുമ്പോൾ ശരിയാവും എന്ന് വിചാരിച്ച് ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. പിന്നെ ആരോഗ്യരംഗത്ത് വാതരോഗങ്ങൾ അലട്ടാം ശനി 12-ൽ സഞ്ചരിക്കുമ്പോൾ. 24, 25 തീയതികൾ ഇവർക്ക് ധനച്ചിലവുകൾ വരാവുന്ന സമയമാണ്. 28, 29 തീയതികൾ ആരോഗ്യരംഗവും അനുകൂലമാവില്ല. 29, 30 കാര്യതടസ്സങ്ങളും വരാം. ഈ വക കാര്യങ്ങളൊക്കെ മേടക്കൂറുകാർക്ക് വരാം. ഇതൊക്കെ മനസ്സിലാക്കി ശ്രദ്ധയോടെ ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. അടുത്ത ഇടവക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. കാർത്തികയുടെ അവസാന 1/4 ഭാഗം, രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതിയാണ് ഇടവക്കൂറ്. 4-ാം ഭാവത്തിൽ ചൊവ്വയും കേതുവും സഞ്ചരിക്കുന്നു. 2-ാം ഭാവത്തിലാണെങ്കിൽ ആദിത്യൻ സഞ്ചരിക്കുന്നു. 10-ാം ഭാവത്തിൽ സർപ്പം രാഹു സഞ്ചരിക്കുന്നു. അപ്പോൾ പൊതുവെ കർമ്മരംഗത്ത് ഒരു അതൃപ്തിയും, കർമ്മരംഗത്ത് ക്ലേശങ്ങൾ വർദ്ധിക്കുകയും, മനോവ്യസനങ്ങൾ ഉണ്ടാവുകയും, കാര്യതടസ്സങ്ങൾ, ഒരു തൃപ്തിക്കുറവ്, അധിക ചിലവുകൾ, കുടുംബത്തിലൊക്കെ അധിക ചിലവുകൾ വരാം. കാരണം 4-ാം ഭാവത്തിൽ ചൊവ്വയും കേതുവും കൂടിയാണ്. എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ തടസ്സങ്ങൾ വരാം. പിന്നെ രാഹു 10-ൽ സഞ്ചരിക്കുമ്പോൾ കർമ്മരംഗത്ത് അതൃപ്തിയും, അതേപോലെ തന്നെ വിദേശവാസ യോഗമൊക്കെ ഉള്ള സമയം തന്നെയാണ് രാഹു 10-ൽ സഞ്ചരിക്കുന്ന സമയം. പക്ഷെ ആ കർമ്മരംഗത്തും, വിദേശത്താണെങ്കിൽ പോലും ആ കർമ്മരംഗത്ത് ഒരു അതൃപ്തിയും ഒക്കെ, അല്ലെങ്കിൽ ക്ലേശങ്ങൾ വർദ്ധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാഹു 10-ൽ, സർപ്പം 10-ൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവും. ബുധനാണെങ്കിൽ ഇപ്പോൾ 3-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുകയാണ് കർക്കിടകം രാശിയിൽ. അപ്പോൾ ഒളിഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന ശത്രുക്കളുടെ ഉപദ്രവമുണ്ട്. അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. അത് നമുക്ക് കൂടുതൽ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കും. എങ്കിലും ശനി 11-ലാണ്, വ്യാഴം 2-ലാണ്, ശുക്രൻ 12-ലാണ്. പിന്നീട് അത് 29-ന് മാറുമ്പോൾ ലഗ്നത്തിലേക്ക് വരും. ഇതൊക്കെ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. ധനപരമായിട്ട് ഗുണം, ഭക്ഷണസുഖം, സൗന്ദര്യകാര്യത്തിൽ താല്പര്യം തോന്നുക. 29-ന് ശുക്രൻ ഇടവം രാശിയിലേക്ക് മാറുമ്പോൾ അതോ ഇടവക്കൂറുകാർക്ക് ലഗ്നത്തിലേക്കാണ് മാറുക. അപ്പോൾ ഒരു ആത്മവിശ്വാസമൊക്കെ കൂടും. അത് കർമ്മരംഗത്തും വ്യക്തിത്വ വർധനവിലും ഒക്കെ സഹായിക്കും, ഗുണമാണ്. എങ്കിലും 26, 25, 26 തീയതികൾ ശ്രദ്ധിക്കുക, ധനച്ചിലവ് കൂടും. 28, 29, 30 ഈ ഭക്ഷണക്കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കുക. ഫുഡ് പോയ്സൺ പോലെയുള്ള കാര്യങ്ങൾ വരാം. വൈറസ് സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങൾ വരാം. ഇതൊക്കെ അലട്ടുന്ന സമയമാണ് 28, 29, 30. അതൊക്കെ ശ്രദ്ധിച്ച് ഇടവക്കൂറുകാർ മുന്നോട്ട് പോവുക. അടുത്ത മിഥുനക്കൂറുകാരുടെ കാര്യം. 24-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ഒരാഴ്ചത്തെ കാര്യം. മകീരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര പുണർത്തത്തിൻ്റെ ആദ്യ 1/4 ഭാഗമാണ് മിഥുനക്കൂറ്. അവർക്കിപ്പോൾ ലഗ്നത്തിൽ ആദിത്യനും വ്യാഴവും സഞ്ചരിക്കുന്നു.
9-ാം ഭാവത്തിൽ സർപ്പം രാഹു സഞ്ചരിക്കുന്നു. 10-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നു. ലഗ്നത്തിൽ വ്യാഴവും 10-ൽ ശനിയും. കർമ്മരംഗത്ത് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവേണ്ട സമയമാണ് മിഥുനക്കൂറുകാർ. അപ്രതീക്ഷിത ധനച്ചിലവുകൾ, ദേഹാരിഷ്ടതകൾ, കർമ്മരംഗത്ത് പൊടുന്നനെയുള്ള സ്ഥാനഭ്രംശങ്ങൾ, അതൃപ്തി, കാലതാമസങ്ങൾ, കാര്യങ്ങൾക്ക് താമസങ്ങൾ, ഇതൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് മിഥുനക്കൂറുകാർക്ക്. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. എടുത്തു ചാടി പ്രവർത്തിക്കാതിരിക്കുക, എടുത്തു ചാടി വാക്പ്രയോഗങ്ങളും നടത്താതിരിക്കുക. കാരണം ബുധൻ 2-ലാണ്. അതുകൊണ്ട് തന്നെ കുടുംബസൗഖ്യവും ധനസമൃദ്ധിയും ഒക്കെ ഉണ്ടാകേണ്ട സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 3-ാം ഭാവത്തിൽ ചൊവ്വയും കേതുവും. അത് ധനപരമായിട്ട് ഗുണം ചെയ്യും, തടസ്സങ്ങൾ ഉണ്ടാക്കുമെങ്കിലും. തടസ്സങ്ങളൊക്കെ നേരിട്ടതിന് ശേഷം ധനപരമായ കാര്യത്തിലൊക്കെ ചെറിയ ഗുണമൊക്കെ ഉണ്ടാവും. കാരണം ചൊവ്വയുടെ കൂടെ കേതു കിടക്കുന്നത് കൊണ്ടാണ് ഈ തടസ്സങ്ങൾ വരും എന്ന് പറഞ്ഞത്. സഹോദരങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്ലേശങ്ങൾ വരാം. എങ്കിലും സഹോദര സ്ഥാനീയരുടെ സഹായങ്ങൾ ലഭിക്കാവുന്ന സമയം കൂടിയാണ്. 11-ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നു. ഗുണമാണ്. വിവിധ ഇടത്ത് നിന്ന്, വിവിധ മേഖലകളിൽ നിന്നൊക്കെ ധനലാഭം ഈ 11-ലെ ശുക്രൻ ഉണ്ടാക്കും. അത് 12-ലേക്ക് മാറുമ്പോഴും വലിയ പ്രശ്നങ്ങളില്ല, ഗുണം തന്നെയാണ് ധനപരമായ കാര്യത്തിൽ. എങ്കിലും 28, 29 തീയതികളിൽ മിഥുനക്കൂറുകാർ ശ്രദ്ധിക്കുക. അപ്രതീക്ഷിത ധനച്ചിലവുകൾ വരാം. യാത്രകൾ മൂലമോ അല്ലെങ്കിൽ ആരോഗ്യ രംഗത്തുള്ള പ്രശ്നങ്ങൾ മൂലമോ ഒക്കെ 28, 29 തീയതികൾ അത്ര ഗുണം ചെയ്യില്ല. അടുത്ത കർക്കിടകൂറുകാരുടെ ഒരാഴ്ചത്തെ ഫലം. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രക്കാരാണ് കർക്കിടകൂറ്. കർക്കിടകൂറുകാരെ കുറിച്ച് പറയുമ്പോൾ പൊതുവെ ഗുണം അല്ല. ധനച്ചിലവുകൾ, ബന്ധുക്കൾ, മിത്രങ്ങളൊക്കെ ആയിട്ടുള്ള കലഹങ്ങൾ, ദേഹാരിഷ്ടതകൾ, ഇതൊക്കെയാണ് കർക്കിടകൂറുകാർക്കുള്ള കാര്യങ്ങൾ. 29 മുതൽ ശുക്രൻ്റെ ഇടവം രാശിയിലേക്കുള്ള മാറ്റം, അത് 11-ലേക്ക് മാറും. അപ്പോൾ പല സ്ഥലത്തു നിന്നും പല പ്രകാരേണ ധനസഹായം ഒക്കെ ഉണ്ടാകും. 25, 26 തീയതികൾ ഒന്ന് ശ്രദ്ധിക്കുക. രോഗാതി ദുരിതങ്ങൾ, ദേഹാരിഷ്ടതകളൊക്കെ ഉണ്ടാവാം. മാനസിക വിഷമങ്ങൾ, മറ്റുള്ളവരുടെ വാക്പ്രയോഗങ്ങളോ പ്രവർത്തികളോ ഒക്കെ മൂലം മാനസിക വിഷമങ്ങൾ. കാരണം നിങ്ങളും ശ്രദ്ധിക്കുക, കർക്കിടകൂറുകാർ ശ്രദ്ധിക്കുക. 2-ാം ഭാവത്തിൽ ചൊവ്വയും കേതുവുമാണ്. വാക്കുകൾ ശ്രദ്ധിക്കുക. ധനപരമായ കാര്യത്തിൽ കൊടുക്കൽ വാങ്ങലിലൊക്കെ ശ്രദ്ധിക്കുക. വാക്കുകൊണ്ടും നമ്മൾ ധനം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് മൂലമൊക്കെയുള്ള ചില ദുരിതങ്ങൾ കർക്കിടകൂറുകാർക്ക് ഉണ്ടാവാം. അത് ശ്രദ്ധിക്കുക. എങ്കിലും ഈ ശുക്രൻ്റെ മാറ്റം ധനപരമായ കാര്യത്തിൽ ഗുണം ചെയ്യുക തന്നെ ചെയ്യും. അടുത്ത ചിങ്ങക്കൂറുകാരുടെ കാര്യം. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ്. ലഗ്നത്തിലെ ചൊവ്വയും കേതുവുമാണ്. എടുത്തു ചാടി പ്രവർത്തിക്കാതിരിക്കുക. അഹങ്കാരം അല്ലെങ്കിൽ അഹംബോധം ഒക്കെ കുറച്ച് കൂടുന്ന സമയമാണ്. ലഗ്നത്തിലെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ദേഹത്ത് മായാത്തടയാളങ്ങൾ, അപകടങ്ങൾ മൂലമോ മുറിവ്, പൊള്ളൽ, അപകടങ്ങൾ ഇതൊക്കെ ഉണ്ടാകാം. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കാരണം 7-ാം ഭാവത്തിൽ രാഹു, 8-ൽ ശനി. കൂട്ടുകെട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിൽ ചെന്ന് പെട്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. കാരണം ഇപ്പോൾ അതിനുള്ള സമയമൊക്കെയാണ്. ആദിത്യൻ 11-ൽ, വ്യാഴം 11-ൽ. ആത്മവിശ്വാസം വർദ്ധിക്കും. അത് പ്രവൃത്തി ഗുണവും ധനപരമായിട്ടൊക്കെ ഗുണം ചെയ്യും. പക്ഷേ ചിലവുകൾ ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിൽ ചെന്ന് പെടരുത്. ലഗ്നത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൊവ്വയും കേതുവാണ്. അഹങ്കാരം, അഹംബോധം, എടുത്തുചാട്ടം ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയമാണ്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക. ബുധൻ 12-ാം ഭാവത്തിൽ ഇപ്പോൾ കർക്കിടകത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ അധിക ചിലവുകൾ, ധനച്ചിലവുകൾ ഇതൊക്കെ ഉണ്ടാവാം. 29 മുതൽ ശുക്രൻ 10-ലേക്ക് സഞ്ചാരം. അപ്പോൾ കാര്യതടസ്സങ്ങൾ ഇതൊക്കെ ഉണ്ടാകും. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ബുധൻ 12-ാം ഭാവത്തിലും ശുക്രൻ 29 മുതൽ 10-ലേക്കുമാണ്. അഷ്ടമത്തിൽ ശനിയാണ്. 7-ൽ സർപ്പമാണ്. ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. പ്രണയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലഗ്നത്തിലെ ചൊവ്വയും കേതുവും അത് എടുത്തു ചാടി പ്രവർത്തിക്കാനുള്ള ഒരു പ്രവണത നൽകും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. എങ്കിലും വ്യാഴം 11-ാം ഭാവത്തിലുണ്ട്. ഒരു ഭാഗ്യം തുണയ്ക്കുന്ന സമയം തന്നെയാണ്. എങ്കിലും ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിലൊക്കെ ചെന്ന് പെടാതിരിക്കുക. അതുമൂലം പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. അടുത്തത് കന്യക്കൂറുകാരുടെ കാര്യം.
ഉത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിയാണ് കന്നിക്കൂറ്. ഒരു മധ്യമാവസ്ഥയാണ് കന്നിക്കൂറുകാർക്ക്. ചാരവശാൽ ബുധനിപ്പോൾ 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. അത് ഗുണമാണ്. രാഹു ആണെങ്കിൽ 6-ൽ സഞ്ചരിക്കുന്നു. 10-ാം ഭാവത്തിൽ ആദിത്യൻ സഞ്ചരിക്കുന്നു. അപ്പോൾ ഒരു കാര്യസിദ്ധി, വസ്ത്രാഭരണാദി ലാഭം, ധനപരമായിട്ട് ചെറിയ ഗുണം, ഇതൊക്കെയുണ്ട്. എങ്കിലും കർമ്മരംഗത്ത് വ്യാഴാണ്. 10-ാം ഭാവത്തിൽ വ്യാഴം. അത് കർമ്മരംഗത്ത് അത്ര സുഖ അനുഭവങ്ങൾ നൽകില്ല. 10-ാം ഭാവത്തിലെ വ്യാഴം കർമ്മരംഗത്ത് എപ്പോഴും ഒരു അതൃപ്തി. പിന്നെ 12-ാം ഭാവത്തിലാണെങ്കിൽ ചൊവ്വയും കേതുവും. ആരോഗ്യരംഗത്തും അത്ര അനുകൂലമല്ല. ആശുപത്രിവാസം. പിന്നെ 12-ലെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അപമാനം, അപകീർത്തിയൊക്കെ ഉണ്ടാക്കാം. ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ചെന്ന് ചാടരുത്. പിന്നെ മറ്റുള്ളവരുടെ ഇടപെടലുകൾ നമുക്ക് മാനസിക വൈഷമ്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇപ്പോൾ 8-ലെ ശുക്രൻ കുറച്ച് ശാഠ്യപ്രകൃതം ഒക്കെ തരുന്ന സമയമാണ്. എങ്കിൽ 8-ലെ ശുക്രൻ ധനപരമായിട്ട് ഗുണം ചെയ്യും. അത് 29-ന് 9-ലേക്ക് മാറും. അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ വരും. വസ്ത്രാഭരണാദി ലാഭം, നാൽക്കാലി ലാഭം, നാൽക്കാലികൾ മൂലം ഗുണങ്ങൾ, ഇതൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. എങ്കിലും 24, 25 തീയതികൾ ശത്രുക്കൾ മൂലം ഭയം ഉണ്ടാകാം. 27, 28 രോഗപീഠകൾ മൂലവും ധനച്ചിലവുകൾ കന്യക്കൂറുകാർക്ക് വരാം. പൊതുവെ ശ്രദ്ധിക്കുക. 7-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുകയാണ്. ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു രഹസ്യ സ്വഭാവം കാണിക്കാതിരിക്കുക. എല്ലാം രഹസ്യങ്ങൾ ഉണ്ടാവാതിരിക്കുക. കാരണം 7-ൽ ശനി സഞ്ചരിക്കുമ്പോൾ നമ്മുടെ സുഹൃതക്ഷയം, പൂർവ്വ ജന്മത്തിലുണ്ടാകാവുന്ന ദോഷങ്ങളും കൂടി അനുഭവിക്കുന്ന സമയമാണ്. അതൊക്കെ ഈ സമയത്ത് വരും. അപ്പോൾ ഒരു രഹസ്യ സ്വഭാവം കാണിക്കാതിരിക്കുക. ധാർമ്മികതയോടെ മുന്നോട്ട് പോവുക. അതാണ് കന്നിക്കൂറുകാർക്ക് ഇപ്പോൾ വേണ്ടത്. അടുത്ത തുലാക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം 24-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ഒരാഴ്ചത്തെ ഫലം. ചിത്തിരയുടെ അവസാന പകുതി, ചോദ്യ വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാക്കൂറ്. ബുധൻ 10-ാം ഭാവത്തിൽ ഇപ്പോൾ സഞ്ചരിക്കുന്നു. ഗുണമാണ്. ചൊവ്വ 11-ൽ, ശനി 6-ൽ. ഇതൊക്കെ ധനപരമായിട്ട് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുക, ഒരു സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകുക. കാരണം ബുധൻ 10-ൽ സഞ്ചരിക്കുകയാണ്. വരുമാനത്തിൽ കുറച്ച് വർധനവുണ്ടാവുക. ശനി 6-ലാണെങ്കിൽ ധനപരമായിട്ട് കുറച്ച് ലാഭം ഒക്കെ ഉണ്ടാകാവുന്ന സമയത്തിലൂടെയാണ് തുലാക്കൂറുകാർ കടന്നു പോകുന്നത്. എങ്കിലും 9-ാം ഭാവത്തിൽ ആദിത്യനാണ്. എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ ആപത്തുകളൊക്കെ നമുക്ക് വരുത്താവുന്ന സമയമാണ്. ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ആദിത്യൻ 9 സഞ്ചരിക്കുമ്പോൾ പിതാവിന് അത്ര അനുകൂലമല്ല. പിതൃക്ലേശം ഉണ്ടാകാം. ശുക്രനാണെങ്കിൽ 7-ൽ സഞ്ചരിക്കുന്നു. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ഒരു സുതാര്യത ആവശ്യമാണ്. 29-ാം തീയതി മുതൽ അത് 8-ലേക്ക് മാറുമ്പോൾ ശാഠ്യപ്രകൃതി കൂടും. അതുമൂലം ആപത്തുകൾ വരുത്തി വയ്ക്കാം. പ്രത്യേകിച്ച് വാക്കുകളൊക്കെ മൂലം, പെട്ടെന്നുള്ള എടുത്തുചാട്ടം മൂലം, കുറച്ച് ശാഠ്യപ്രകൃതി മൂലമൊക്കെ. കാരണം 5-ാം ഭാവത്തിൽ സർപ്പവും കൂടി സഞ്ചരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ താഴെയൊക്കെ ജോലി ചെയ്യുന്നവരോട് കുറച്ച് അനിഷ്ടഭാവത്തോടെ സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു താല്പര്യം കൂടാവുന്ന സമയമാണ്. അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അധിക ചിലവുകൾ വരാം. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമോ വാഹനങ്ങൾ മൂലമോ ഒക്കെ ഈ രാഹു, അതായത് സർപ്പം 5-ൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് തുലാക്കൂറുകാർക്ക്. വാഹനം ഓടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അവർ ഈ 25, 26 തീയതികളിലൊക്കെ ഒളിഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന ശത്രുക്കളുടെ ഉപദ്രവമൊക്കെ കർമ്മരംഗത്തൊക്കെ ഉണ്ടാവാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് തുലാക്കൂറുകാരും മുന്നോട്ട് പോവുക. പൊതുവെ ഇപ്പോൾ വ്യാഴം 9-ലാണ്. അതുകൊണ്ട് ഭാഗ്യസ്ഥാനത്ത് വ്യാഴുണ്ട്. എങ്കിലും അതിൽ ആദിത്യനും കൂടിയുണ്ട് എന്നുള്ളതൊക്കെ ശ്രദ്ധിച്ച് ആപത്തുകൾ പുറകെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് വളരെ ശ്രദ്ധയോടെ, വണ്ടിയാണെങ്കിലും നമ്മൾ ഓരോ ചുവട് വയ്ക്കുമ്പോഴും ശ്രദ്ധയോടെ ചെയ്യുക എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതേപോലെ ചെയ്ത് തുലാക്കൂറുകാർ ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ പുലർത്തി
കുടുംബജീവിതത്തിലാണെങ്കിലും വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അടുത്ത വൃശ്ചികക്കൂറുകാരുടെ ഒരാഴ്ചത്തെ ഫലം. വിശാഖത്തിന്റെ അവസാന കാൽഭാഗം. അനിഴം തൃക്കേട്ടയാണ് വൃശ്ചികക്കൂറ്. ഇവർക്ക് കർക്കിടകക്കൂറുകാർക്ക് പറഞ്ഞ പോലെ തന്നെ വൃശ്ചികക്കൂറുകാർക്ക് അനുകൂലമായ സമയമല്ല. ആയത്തിനും വ്യാഴവും 8ാം ഭാവത്തിലാണ്. ധനച്ചിലവുകൾ, ദേഹാരിഷ്ടതകൾ, പിതൃക്ലേശങ്ങൾ, ഈശ്വരാധീനക്കുറവ് ഇതൊക്കെ ഉള്ള സമയമാണ്. മനോവ്യസനങ്ങൾ. 4ാം ഭാവത്തിൽ രാഹു. കുടുംബത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. ചില മനസ്വസ്ഥക്കുറവ്, അസ്വസ്ഥമായ ഗൃഹാന്തരീക്ഷം ഇതൊക്കെ 4 രാഹു സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവും. 10ാം ഭാവത്തിലാണെങ്കിൽ കർമ്മരംഗത്താണെങ്കിൽ ചൊവ്വയും കേതുവാണ്. കർമ്മരംഗത്ത് സ്വസ്ഥത കെടുത്തുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ, ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. അമിതമായ ആത്മവിശ്വാസം മറ്റുള്ളവരിൽ പുലർത്താതിരിക്കുക. ജാഗ്രതയോടെ വൃശ്ചികക്കൂറുകാർ മുന്നോട്ട് പോകേണ്ട സമയമാണ്. 26, 25, 26 തീയതികളിലൊക്കെ 27 തീയതികളിലൊക്കെ ധനപരമായിട്ട് അധിക ചിലവുകൾ വരാം. മാതാവിന് എന്തെങ്കിലും തരത്തിലുള്ള രോഗാരിഷ്ടതകൾ ആരോഗ്യപരമായിട്ട് അത്ര അനുകൂലമല്ല. കുടുംബത്തിലുള്ളവർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ വരാം. പിന്നെ 29ാം തീയതി മുതൽ 7ലേക്ക് ശുക്രൻ മാറും. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധയോടെ കരുതലോടെയൊക്കെ മുന്നോട്ട് പോകണം. അടുത്ത ധനുക്കൂറുകാരുടെ കാര്യമാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ധനുക്കൂറ്. അവർക്കിപ്പോൾ രാഹു 3, ശുക്രൻ 5, ബുധൻ 8 ഇതൊക്കെ ധനപരമായിട്ട് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ 9 ഭാഗ്യസ്ഥാനത്ത് ചൊവ്വയും കേതുവുണ്ട്. ആ ചൊവ്വയാണെങ്കിൽ 12ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ പിതാവിന് അത്ര തന്നെ അനുകൂലമല്ല. 9 ഈ ചൊവ്വയും കേതുവും ഒക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം, പിതൃദുരിതങ്ങൾ ഉണ്ടാവാം, ഒരു ഭാഗ്യക്കുറവ് അനുഭവപ്പെടുന്ന സമയമാണ് എല്ലായിടത്തും. ശനിയാണെങ്കിൽ 4 കുടുംബത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ബന്ധുക്കളുടെ ഇടയിൽ, മിത്രങ്ങളുടെ ഇടയിൽ വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കുക. ശത്രുവിൻ്റെ അഭിവൃദ്ധിയാണ് ശനി 4 സഞ്ചരിക്കുമ്പോൾ ഉള്ളത്. മാതാവിന് എന്തെങ്കിലും തരത്തിലുള്ള ക്ലേശ അനുഭവങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. ശുക്രനാണെങ്കിൽ 29ാം തീയതി മുതൽ 6ലേക്ക് മാറുമ്പോൾ ശത്രുക്കളുടെ അഭിവൃദ്ധിയാണ്. അപ്പോൾ ശനി 4ലും ശുക്രൻ 29 മുതൽ 6ലേക്ക് മാറുമ്പോൾ ശത്രുക്കളുടെ അഭിവൃദ്ധി ഉണ്ടാവും. 7ലാണെങ്കിൽ ആദിത്യൻ സഞ്ചാരക്ലേശങ്ങൾ കൂടാം. മാതാവിന് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ 28, 29 തീയതികളിലൊക്കെ വരാം. പിന്നെ ഈ സമയത്ത് തന്നെ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ മൂലമുള്ള ഭയവും അലട്ടാം. പൊതുവെ ഭാഗ്യസ്ഥാനത്ത് കേതുവാണ്, ചൊവ്വയും. 12ാം ഭാവാധിപനായതുകൊണ്ട് നമ്മൾ ഒരു കാര്യം വിചാരിച്ചിറങ്ങിയാൽ അതിൻ്റെ ഇരട്ടി ധനച്ചിലവുകളൊക്കെ വരാവുന്ന സമയമാണ്. ഒരു ഭാഗ്യക്കുറവ്, നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. ധനക്കൂറുകാർക്ക് അങ്ങനെ ഉള്ള സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കുടുംബത്തിലാണെങ്കിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ശനി 4ാം ഭാവത്തിൽ വാക്കുകൾ ശ്രദ്ധിക്കുക. വാക്കുകൾ മൂലം ശത്രുക്കളുടെ അഭിവൃദ്ധി ഉണ്ടാവാം. അത് ബന്ധുക്കളുടെ ഇടയിലാണെങ്കിലും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. അടുത്ത മകരക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. ഉത്രാടത്തിൻ്റെ അവസാന 3/4 ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയാണ് മകരക്കൂറ്. ഇവർക്ക് പൊതുവെ ശനി 3, ആയത്തിന് 6, ശുക്രൻ 4, 5ലേക്ക് മാറുമ്പോഴും ഒരു വലിയ പ്രശ്നം ചെയ്യുന്നില്ല. കുടുംബസുഖം, ധനലാഭം ഇതൊക്കെ ഉണ്ടാവും. പൊതുവെ മകരക്കൂറുകാർക്ക് ധനപരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. കുടുംബസുഖമൊക്കെ ഉണ്ട്. ബുധൻ 7ാം ഭാവത്തിലാണ്. അപ്പോൾ ശാരീരിക ക്ലേശങ്ങൾ, മനോവ്യസനങ്ങൾ ഇതൊക്കെ ഇപ്പം ഉണ്ട്. 2ാം ഭാവത്തിലാണെങ്കിൽ സർപ്പം. അപ്പോൾ വാക്കുകൾ മൂലം ശത്രുവർദ്ധനവ് ഇതൊക്കെയുള്ള സമയമാണ്. അത് ധനപരമായ കാര്യങ്ങളെയും ബാധിക്കാം. നമ്മുടെ വാക്കുകൾ തന്നെ നമുക്ക് ശത്രുക്കളായിട്ട് ധനപരമായ കാര്യത്തെയൊക്കെ ബാധിക്കാം. ശാരീരിക ക്ലേശങ്ങൾക്ക് നമ്മുടെ വാക്കുകൾ ഇടവരുത്താം. അതുകൊണ്ട് മകരക്കൂറുകാർ വാക്കുകൾ വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോകണം. 8ാം ഭാവത്തിലാണെങ്കിൽ ചൊവ്വയും കേതുവാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ശത്രു പീഡകൾ ഉണ്ടാവാം, അപകടങ്ങൾ, പൊള്ളൽ, മുറിവ് ഇതൊക്കെ ചൊവ്വ 8ൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവും. സഹോദരങ്ങൾക്ക് ക്ലേശങ്ങൾ, സഹോദരങ്ങളൊക്കെ ആയിട്ട് കലഹങ്ങൾ ഇതൊക്കെ ഉണ്ടാവാവുന്ന സമയമാണ്. 24, 25 തീയതികൾ കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകാം. ഒരു നിരാശ, ഒരു ആത്മവിശ്വാസക്കുറവ് ഇതൊക്കെ ഉണ്ടാവാം. 29, 30 തീയതികൾ രോഗാരിഷ്ടതകൾ, അപകടങ്ങൾ ഇതൊക്കെ വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക.
ചൊവ്വ 8-ൽ സഞ്ചരിക്കുമ്പോൾ അത്ര അനുകൂലമായ സമയമല്ല. ഇനി അടുത്തത് കുംഭക്കൂറുകാരുടെ കാര്യം. അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ 1/4 ഭാഗമാണ് കുംഭക്കൂറ്. അവർക്ക് വ്യാഴം 5-ാം ഭാവത്തിലുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് പൂർവ്വ പുണ്യസ്ഥാനത്ത് ഭാഗ്യം ഉണ്ട്, വ്യാഴം സഞ്ചരിക്കുന്നു. അപ്പോൾ ബുധനാണെങ്കിൽ ഇപ്പോൾ 6-ൽ സഞ്ചരിക്കുന്നു, ശുക്രനാണെങ്കിൽ ഇപ്പോൾ 3-ലാണ്. അത് 4-ലേക്ക് മാറുമ്പോഴും പ്രശ്നങ്ങളില്ല, ഗുണമാണ്. അപ്പോൾ ഒരു സ്ഥാനപ്രാപ്തി, ധനപരമായിട്ട് ഗുണമൊക്കെ ഉള്ള സമയമാണ് കുംഭക്കൂറുകാർക്ക്. എങ്കിലും കാര്യങ്ങളിൽ കാലതാമസങ്ങൾ വരുത്താൻ 7-ാം ഭാവത്തിലെ ചൊവ്വയ്ക്കും കേതുവും സഞ്ചരിക്കുമ്പോൾ വരും. അലസത, മടി. ആദ്യത്തിനാണെങ്കിൽ 5-ൽ, ബുധനമാസം. അപ്പോൾ ആദ്യത്തിന് 5-ൽ. അപ്പോൾ ശാരീരിക ക്ലേശങ്ങൾ, ഉന്മേഷക്കുറവ്, അലസത, മടി, കാര്യങ്ങളിൽ കാലതാമസങ്ങൾ, ഇതൊക്കെ വരുത്താൻ 7-ാം ഭാവത്തിൽ ചൊവ്വയും കേതുവും സഞ്ചരിക്കുന്നത് കൊണ്ടുണ്ടാവാം. നിവർത്തി സ്ഥാനത്താണ് കേതു. അപ്പോൾ തടസ്സങ്ങൾ, യാത്രകൾ ചെയ്യാൻ തീരുമാനിച്ചാൽ തന്നെ അതിനൊക്കെ ഒരു അലസത, മടി. ശനിയാണെങ്കിൽ 2-ൽ, ലഗ്നത്തിൽ സർപ്പവും. അപ്പോൾ മറ്റുള്ളവരുടെ വാക്കുകൾ മൂലം മനോവിഷമം, നമ്മുടെ വാക്കുകൊണ്ട് മറ്റുള്ളവരെ വിഷമിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ, കുംഭക്കൂറുകാർക്ക് അതൊക്കെ വരാവുന്ന സമയമാണ്. 24, 25, 26 തീയതികൾ ശാരീരിക ക്ലേശങ്ങൾ, കാര്യവിഘ്നങ്ങൾ, കർമ്മരംഗത്ത് ഒരു അലസത, ഇതൊക്കെ വരാവുന്ന സമയം. ലഗ്നത്തിൽ ഇപ്പോൾ രാഹു സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. ശിരോരോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അലട്ടും. എങ്കിലും 28, 29, 30 തീയതിയൊക്കെ ധനപരമായിട്ട് കുംഭക്കൂറുകാർക്ക് നല്ലതാണ്. പൊതുവെ ഒരു സ്ഥാനപ്രാപ്തിയും ധനപരമായിട്ട് ഗുണവും ഒക്കെ കിട്ടുന്ന സമയമാണ്. എങ്കിലും ശ്രദ്ധിക്കേണ്ടത് നിവർത്തി സ്ഥാനത്ത് കേതു കൊണ്ട് തടസ്സങ്ങൾ വന്നതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഒരു സ്വസ്ഥ കെടുത്തിയിട്ടേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം കുംഭക്കൂറുകാർക്ക്. അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകും. അടുത്ത മീനക്കൂറുകാരുടെ കാര്യം. പൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരാണ് മീനക്കൂറ്. ശുക്രൻ 2-ാം ഭാവത്തിൽ ഇപ്പോൾ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെ അകന്നു നിന്നവരൊക്കെ നമ്മുടെ വാക്കുകൊണ്ട് തന്നെ അടുപ്പിക്കാൻ പറ്റുന്ന സമയമാണ്. കാരണം വാക്കുകൾ കൊണ്ട് ഗുണം ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ശത്രുക്കളെ മിത്രങ്ങളാക്കാവുന്ന സമയമാണ്. അത് 3-ലേക്ക് മാറുമ്പോഴും ഗുണം തന്നെയാണ്. ശുക്രൻ 3-ൽ സഞ്ചരിക്കുമ്പോഴും ഗുണമാണ്. 6-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നു. അതും ദ്രവ്യലാഭം, വസ്ത്രലാഭം, ധനലാഭം ഒക്കെ ഉണ്ടാക്കി തരും. പക്ഷെ അതിൻ്റെ കൂടെ കേതുവും കൂടിയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. നമ്മുടെ ഒരു കാര്യം നമുക്ക് കിട്ടാം എന്ന് വെച്ചാൽ കയ്യിലേക്ക് കിട്ടുന്നതിന് പല തടസ്സങ്ങളും ഉണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞത്. അടുത്ത 4-ാം ഭാവത്തിൽ ആദിത്യനും വ്യാഴവും സഞ്ചരിക്കുന്നു. വ്യാഴം 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന അത്ര അനുകൂലമൊന്നുമല്ല. ദേഹാരിഷ്ടതകൾ, സുഖക്കുറവ്, ഇതൊക്കെ. സർപ്പമാണെങ്കിൽ 12-ൽ. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലപ്രാപ്തി കുറയുന്ന സമയമാണ്. ലഗ്നത്തിലാണെങ്കിൽ ശനി, ദൂരദേശ ഗമനം, വിഷപരമായ കാര്യങ്ങളിലൂടെ ആപത്തുകൾ, അഗ്നിസംബന്ധമായിട്ട് ആപത്തുകൾ, പൊള്ളൽ. ബുധനാണെങ്കിൽ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ കുടുംബത്തിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഉറ്റവരിൽ നിന്നൊക്കെ ഒരു വേർപെട്ട് നിൽക്കേണ്ട സമയം. ശനി ലഗ്നത്തിലും കൂടി ആയതുകൊണ്ട് ദൂരദേശ ഗമനം, വിദേശവാസമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ പറ്റുന്ന സമയമാണ്. 25, 26, 27 തീയതിയൊക്കെ വൈറസ് സംബന്ധമായ എന്തെങ്കിലും തരത്തിലുള്ള ഉദര സംബന്ധമായ രോഗങ്ങൾ അലട്ടാം. കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരാം. പൊതുവേ മീനക്കുറുകാർക്കൊരു മധ്യമാവസ്ഥയാണ്. ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരം ഗുണം ചെയ്യും. ബാക്കി എല്ലാ ഗ്രഹങ്ങളും അത്ര അനുകൂലമല്ല. ചൊവ്വ 6-ലുണ്ടെങ്കിലും കേതുവും കൂടി ഉണ്ട്. പൊതുവെ വാക്കുകൾ, പ്രവൃത്തികളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. എടുത്ത് ചാടി ഒരു കാര്യത്തിലും പ്രവർത്തിക്കാതിരിക്കുക. നമ്മുടെ വാക്കുകൾ മൂലമൊക്കെ ശത്രുക്കളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. കർമ്മരംഗത്താണെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഫലപ്രാപ്തി ഉണ്ടായില്ല മീനക്കൂറുകാർക്ക്. ഇത് വ്യാഴമാണെങ്കിൽ ഇപ്പം 4-ാം ഭാവത്തിലാണ്. അത് തുലാമാസം 1-ാം തീയതി ഒരു അതിചാരമായിട്ട് കർക്കിടകം രാശിയിലേക്ക് ഒരു 2 മാസം, തുലാം 1 തുടങ്ങി വൃശ്ചിക അവസാനം വരെ ആണ്, വീണ്ടും മിഥുനത്തിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ഒരു സമയം ഉണ്ടാവും. ഇപ്പോൾ വ്യാഴം 4-ാം ഭാവത്തിലെ വ്യാഴം അത്ര അനുകൂലമല്ല. ദേഹാരിഷ്ടതകൾ വിട്ടൊഴിയുന്നില്ല. പൊതുവെ 12-ാം ഭാവത്തിൽ സർപ്പവും ലഗ്നത്തിൽ ശനിയൊക്കെ ആവുമ്പോൾ
ശാരീരിക അരിഷ്ടതകൾ കൂടുന്ന സമയമാണ്, അലസത, മടി ഇതൊക്കെ കൂടുന്ന സമയമാണ്, ഒരു ഉന്മേഷക്കുറവൊക്കെ തോന്നാവുന്ന സമയമാണ്. അപ്പോൾ ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ട സമയമാണ്. മീനക്കൂറുകാരൊക്കെ ആയാലും, കർക്കിടകക്കൂറുകാർ, വൃശ്ചികക്കൂറുകാർ, മീനക്കൂറുകാരൊക്കെ ആയാലും ആത്മീയതയിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിയേണ്ട സമയമാണ്. കലിയുഗത്തിലെ ഏറ്റവും പ്രധാനം നാമജപമാണ്. സ്വയം ചെയ്യുന്ന നാമജപം അതിനാണ് ഏറ്റവും പ്രാധാന്യം. അതുകൊണ്ട് നാമം ജപിക്കുക. ബാക്കി എല്ലാ കാര്യത്തിനും രണ്ടാമതേ സ്ഥാനമുള്ളൂ. നാമം ജപിച്ച് നമ്മുടെ ദോഷങ്ങളെയൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ നമ്മൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. ഇതൊരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല എന്നറിഞ്ഞ് കേൾക്കുക. ഇന്ന് നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ചാരവശാലുള്ള വേദാദി ദോഷങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഫല നിരൂപണമാണ്. താല്പര്യമുള്ളവർ കേൾക്കുക. അപ്പോൾ എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും